വെൽക്കം ടു കിഡോ ഹെവൻ. ഹായ് കിഡ്സ്, നമ്മൾ ഇന്ന് മലയാളം എക്സാമിന് എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നതാണ് പഠിക്കാൻ പോകുന്നത്. ആർ യു റെഡി? ഓക്കെ, വെരി ഗുഡ്. നമ്മൾ മലയാളത്തില് സ്വരാക്ഷരങ്ങൾ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? നമ്മൾ 14 സ്വരാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ നിങ്ങള് ഈ സ്വരാക്ഷരങ്ങള് ഈ കറക്റ്റ് ഓർഡറിൽ പറയാൻ പഠിച്ചു വെക്കാം. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഇതുപോലെ നിങ്ങൾ എല്ലാവരും സ്വരാക്ഷരങ്ങള് കറക്റ്റ് ഓർഡറിൽ പറയാൻ പഠിച്ചു വെക്കാം. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, എല്ലാവരും സ്വരാക്ഷരങ്ങള് കറക്റ്റ് ഓർഡറിൽ പറയാൻ പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ചിത്രങ്ങൾ തരും, അതിന്റെ പേര് നിങ്ങൾ പറയണം. അപ്പൊ നിങ്ങള് ആ മുതൽ അം വരെ പാഠങ്ങളിൽ പഠിച്ച് എല്ലാ ചിത്രത്തിന്റെ പേരും പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് ഏത് ചിത്രം കണ്ടാലും അതിന്റെ പേര് പറയാൻ കഴിയണം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതിൽ പേജ് നമ്പർ 56 എടുത്തോ. എല്ലാവരും ഇവിടെ ചിത്രങ്ങൾ കാണുന്നില്ലേ? അതിന്റെ പേരുകൾ ഒന്ന് പറഞ്ഞേ. അമ്മ, അട, അച്ഛൻ, ആന, ആട്, ആമ, ഇല, ഇഞ്ചി. ഇതെന്താണ്? കണ്ണാണോ? കണ്ണിന് മലയാളത്തിൽ പറയുന്ന ഒരു പേരുണ്ടായിരുന്നു. എന്താണ്? ഇമ. ഓക്കെ, ഈറ്റ, ഈച്ച, ഈന്തപ്പഴം, ഉറി, ഉരുളി, ഉള്ളി, ഊഞ്ഞാൽ, ഊണ്, ഋഷി, ഋഷഭം, എലി, എട്ട്, ഏണി, ഏഴ്, ഐസ്, ഐക്യം, ഐസ്ക്രീം, ഒട്ടകം, ഒച്ച്, ഓല, ഓന്ത്, ഓട്, ഔഷധം, ഔഷധി, അംബുജം, അമ്പരം. ഇതുപോലെ നിങ്ങൾക്ക് ഇതിലുള്ള ഏത് ചിത്രങ്ങൾ കണ്ടാലും പേര് പറയാൻ കഴിയണം. അപ്പൊ നിങ്ങള് ഇതിലുള്ള ചിത്രങ്ങളെ പേരുകളൊക്കെ നന്നായിട്ട് പറഞ്ഞു പഠിച്ചു വെക്കാം. ഇത് എക്സാമിന് ചോദിക്കും കേട്ടോ. ഇതിൽ ഏതെങ്കിലുമൊക്കെ ചിത്രങ്ങൾ തന്നിട്ട് അതിന്റെ പേര് പറയേണ്ട ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ചിത്രത്തിന്റെ ഒക്കെ പേരുകൾ നന്നായിട്ട് പറയാൻ പഠിച്ചു വെക്കാം. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനെ അക്ഷരങ്ങൾ തരും, ഇത് നമ്മൾ ചേരുംപടി ചേർക്കണം. ഇവിടെ വരുന്ന അക്ഷരങ്ങള് ഇവിടെയും വരുന്നുണ്ട്. ഒരേപോലെ വരുന്ന അക്ഷരങ്ങൾ വരച്ചു കൊടുക്കണം. എളുപ്പമാണ്. ഇവിടെ വരുന്ന അക്ഷരം ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ ഒരുപോലെ വരുന്ന അക്ഷരങ്ങളിലേക്ക് വരച്ചു കൊടുക്കുക. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ആ ഇവിടെ എവിടെയാണ് ആ വരുന്നത്? ഇതാണോ? ഇത് ആണോ? അല്ല, ഇതല്ലേ ആ. അപ്പോ ആ എന്ന അക്ഷരത്തെ ഇവിടെയുള്ള ആ എന്ന അക്ഷരത്തിലേക്ക് വരച്ചു കൊടുക്കുക. ഇവിടെ വരുന്ന അക്ഷരം ഇവിടെയും വരുന്നുണ്ടായിരിക്കും. ഒരുപോലെ വരുന്ന അക്ഷരങ്ങളിലേക്ക് വരച്ചു കൊടുക്കുക. ഐ, ഈ അക്ഷരം ഇവിടെ എവിടെയാണ് വരുന്നത്? ഇതാണ് അല്ലേ? അപ്പൊ നന്നായിട്ട് നോക്കുക. ഇവിടെ നന്നായിട്ട് നോക്കിയിട്ട് ഇവിടെ അക്ഷരം ഉണ്ടായിരിക്കും, അതിലേക്ക് വരച്ചു കൊടുക്കുക. ഓക്കെ, അടുത്തത് ഓ. ഇവിടെ എവിടെയാണ് ഓ വരുന്നത്? ഇതാണ് ഓ. ഓക്കെ, അടുത്തത് ഇ. ഇതാണ് ഇ. കണ്ടോ? ഇ രണ്ടും ഒരുപോലെയാണ് വരുന്നത്. ഓക്കെ, അടുത്തത് അം. നോക്കിക്കേ, ഇവിടെയും അം വരുന്നുണ്ട്.
ഓക്കെ, അപ്പോ ഇങ്ങനൊരു ക്വസ്റ്റ്യനും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഒരുപോലെ വരുന്ന അക്ഷരങ്ങളിലേക്ക് വരച്ചു കൊടുക്കാൻ എക്സാമിന് ചോദിക്കും. എളുപ്പല്ലേ? ഇവിടെ നോക്കുക, ഇവിടെ വരുന്ന അക്ഷരങ്ങളെ ഇവിടെയും വരുന്നുണ്ടായിരിക്കും. അപ്പോ ഒരുപോലെ വരുന്ന അക്ഷരങ്ങളിലേക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, പിന്നെ എക്സാമിന് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ട് അതിന്റെ ഉത്തരം നിങ്ങളോട് പറയാൻ പറയും. അപ്പൊ ഞാനൊരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് അതുപോലെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇലയുടെ നിറം എന്ത്? ഇലയുടെ നിറം എന്താ? പച്ച. ഓക്കെ, രോഗം പരത്തുന്ന ജീവി ആരാണ്? ഈച്ച. ഓക്കെ, തെങ്ങിന്റെ പച്ച നിറമുള്ള ഭാഗം ഏതാണ്? ഓല. ഓക്കെ, പൂച്ചയുടെ ശത്രു ആര്? എലി. ഓക്കെ, മരുഭൂമിയിൽ കാണുന്ന മൃഗം ആരാണ്? മരുഭൂമിയിൽ കാണുന്ന മൃഗം ആരാണ്? ഒട്ടകം. ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു വെക്കാം. ഈ ചോദ്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം പറയാൻ കഴിയണം. ഒന്ന് ചോദിക്കട്ടെ, ഇലയുടെ നിറം എന്ത്? അപ്പൊ നിങ്ങൾ എന്ത് പറയണം? പച്ച. പൂച്ചയുടെ ശത്രു ആര്? നിങ്ങൾ എന്ത് പറയണം? എലി. തെങ്ങിന്റെ പച്ച നിറമുള്ള ഭാഗം ഏതാണ്? നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കണം? ഓല. ഓക്കെ, മരുഭൂമിയിൽ കാണുന്ന മൃഗം ആരാണ്? ഒട്ടകം. ഓക്കെ, രോഗം പരത്തുന്ന ജീവി നിങ്ങൾ എന്ത് പറയണം? ഈച്ച. അപ്പൊ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ ഉത്തരം പറയാൻ കഴിയണം. ഈ 5 ചോദ്യങ്ങളുടെ ഉത്തരവും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, പിന്നെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ അക്ഷരങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും, ചിത്രങ്ങളും തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ അക്ഷരങ്ങൾ നോക്കുക, എന്നിട്ട് അതിന്റെ കറക്റ്റ് പിക്ചറിലേക്ക് വരച്ചു കൊടുക്കുക. അക്ഷരങ്ങൾ നോക്കുക, അതിന്റെ ശരിയായ ചിത്രത്തിലേക്ക് വരച്ചു കൊടുക്കുക. നോക്കിക്കേ, ഓ. നമ്മൾ ഇതിൽ ഏതാണ് ഓ വെച്ചിട്ട് പഠിച്ചിട്ടുള്ളത്? ഓല എന്നല്ലേ? അപ്പോ ഓ എന്ന അക്ഷരത്തെ ഓല എന്ന ചിത്രത്തിലേക്ക് വരച്ചു കൊടുക്കുക. മനസ്സിലായോ? അക്ഷരം നോക്കുക, അതിന്റെ കറക്റ്റ് പിക്ചറിലേക്ക് വരച്ചു കൊടുക്കുക. അടുത്ത എന്താ? ഓക്കെ, വെച്ചിട്ട് നമ്മൾ എന്താ പഠിച്ചത്? ഋഷഭം. ഓക്കെ, വെരി ഗുഡ്. അപ്പോ എന്ന അക്ഷരത്തെ ഋഷഭം എന്ന ചിത്രത്തിലേക്ക് വരച്ചു കൊടുത്തു. അടുത്തത് ഉ. വെച്ചിട്ട് എന്ത് പഠിച്ചു? ഉറി. വെരി ഗുഡ്. അപ്പോ ഉ എന്ന അക്ഷരത്തെ ഉറി എന്ന ചിത്രത്തിലേക്ക് വരച്ചു കൊടുത്തു. അടുത്ത എന്താ? ആ. നമ്മൾ ഇതിൽ ഏത് ചിത്രാണ് ആ എന്ന പാഠത്ത് പഠിച്ചിട്ടുള്ളത്? ആന അല്ലേ? അപ്പോ ആ എന്ന അക്ഷരത്തെ ആന എന്ന ചിത്രത്തിലേക്ക് വരച്ചു കൊടുത്തു. അടുത്തത് ഈ. ഈ എന്ന പാഠത്ത് നമ്മൾ ഇതിലെ ഏത് ചിത്രമാണ് പഠിച്ചത്? ഈച്ച. വെരി ഗുഡ്. അപ്പോ ഈ എന്ന അക്ഷരത്തെ ഈച്ച എന്ന ചിത്രത്തിലേക്ക് വരച്ചു കൊടുത്തു. അടുത്തത് ഊ. വെച്ചിട്ട് പഠിച്ചു ഊണ്. വെരി ഗുഡ്. അപ്പോ ഊ എന്ന അക്ഷരത്തെ ഊണ് എന്ന ചിത്രത്തിലേക്ക് വരച്ചു കൊടുത്തു. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് അക്ഷരങ്ങൾ കണ്ടാലും ചിത്രത്തിലേക്ക് വരച്ചു കൊടുക്കാൻ കഴിയണം. അപ്പൊ നിങ്ങൾ ചിത്രങ്ങളും അതിന്റെ അക്ഷരങ്ങളും പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ എക്സാമിന് ലാസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്താണത്? ആ പാട്ട് പാടാൻ ചോദിക്കാറുണ്ട് അല്ലെ? നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്കില് 4 പാട്ടുകൾ വരുന്നുണ്ട്. അതിൽ നിങ്ങൾ ഏത് പാട്ട് പാടിക്കൊടുത്താലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു പാട്ടാണ്. നമ്മൾ ഊ എന്ന പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ഊഞ്ഞാലാടാൻ വരുമോ നീ, ഊണ് കഴിക്കാൻ വരുമോ നീ, ഊഴം കാത്ത് നിൽക്കുമ്പോൾ ഊന്നുവടിയും എടുത്തോളൂ. ഈ ഒരു പാട്ടാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു പാട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഈ പാട്ടല്ലാതെ വേറെ പാട്ട് അറിയുന്നവരുണ്ടെങ്കിൽ അത് പാടിയാൽ മതി, മാർക്ക് കിട്ടും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 4 പാട്ടിൽ ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ മലയാളം എക്സാമിന് എന്തൊക്കെ പഠിക്കണം? സ്വരാക്ഷരങ്ങള് കറക്റ്റ് ഓർഡറിൽ പറയാൻ പഠിച്ചു വെക്കണം. പിന്നെ ഏത് ചിത്രം കണ്ടാലും അതിന്റെ പേര് പറയാൻ കഴിയണം. അപ്പൊ എല്ലാവരും ചിത്രങ്ങളുടെ പേരുകൾ പഠിച്ചു വെക്കാം. പിന്നെ ചേരുംപടി ചേർക്കാനുണ്ടായിരിക്കും. ഒരുപോലെ വരുന്ന അക്ഷരങ്ങൾ വരച്ചു കൊടുക്കുക. ഇവിടെ വരുന്ന അക്ഷരങ്ങൾ
ഈ ഭാഗത്തും വരുന്നുണ്ടായിരിക്കും. അപ്പൊ അത് രണ്ടും വരച്ചു കൊടുക്കുക. ഒരുപോലെ കാണുന്ന അക്ഷരങ്ങൾ വരച്ചു കൊടുക്കുക. ഓക്കെ. പിന്നെ എക്സാമിന് ചോദിക്കുന്നത് എന്താണ്? അക്ഷരങ്ങൾ തരും, ചിത്രങ്ങളും തരും. അപ്പോ അക്ഷരങ്ങൾ നോക്കിയിട്ട് അതിന്റെ ശരിയായ ചിത്രത്തിലേക്ക് വരച്ചു കൊടുക്കുക. പിന്നെ ഞാനൊരു 5 ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഏതൊക്കെയായിരുന്നു? ഇലയുടെ നിറം എന്ത്? പച്ച. പൂച്ചയുടെ ശത്രു ആര്? എലി. തെങ്ങിന്റെ പച്ച നിറമുള്ള ഭാഗം ഏതാണ്? ഓല. രോഗം പരത്തുന്ന ജീവി ഈച്ച. മരുഭൂമിയിൽ കാണുന്ന മൃഗം ഒട്ടകം. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാം. ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം പറയാൻ കഴിയണം. ഓക്കെ. പിന്നെ ഒരു പാട്ടും പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന പാട്ട്. ഊഞ്ഞാലാടാൻ വരുമോ നീ, ഊണ് കഴിക്കാൻ വരുമോ നീ, ഊഴം കാത്തു നിൽക്കുമ്പോൾ ഒന്ന് വടിയും എടുത്തോളൂ. ഈ ഒരു പാട്ടും പഠിച്ചു വെക്കാം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മലയാളത്തിൽ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ കഴിയും. എല്ലാവർക്കും മലയാളം എക്സാമിന് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Like and subscribe.